അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം സത്യം ഗുരോ സാർദ്ധം ശചീപതി ബ്രഹ്മാണം ശരണം ഗത്വാ നത്വാ വചനമബ്രവീൽ. പിതാമഹ സുരാധ്യക്ഷാ ദൈത്യോ മഹിഷസംജ്ഞക ഗൃഹീതു കാമസ്വർഗം മേ ബലോദ്യോഗം കരോത്യലം. അന്യേ ച ദാനവാ സർവേ തത്സൈന്യം സമുപസ്ഥിതാ യോദ്ധുകാമാ മഹാവീര്യാ സർവേ യുദ്ധവിശാരദാ. തേനാഹം ഭീതഭീതോസ്മി ത്വൽസകാശമിഹാഗതാ. സർവജ്ഞോസി മഹാപ്രാജ്ഞാ സാഹായ്യം കർത്തുമർഹസി. ബ്രഹ്മോവാച ഗച്ഛാമ സർവ ഏവാദ്യ കൈലാസം ത്വരിതാ വയം. ശങ്കരം പുരത കൃത്വാ വിഷ്ണും ച ബലിനാം വരം. തതോ യുദ്ധം പ്രകർത്തവ്യം സർവൈസുരഗണൈ സഹ മിളിത്വാ മന്ത്രമാധായ ദേശം കാലം വിചിന്യ ച. ബലാബലമവിജ്ഞാതം വിവേകമപഹായ ച സാഹസം തു പ്രകുർവാണോ നരപതനമൃച്ഛതി. വ്യാസ ഉവാച തന്നിശമ്യ സഹസ്രാക്ഷാ കൈലാസം നിർജഗാമഃ. ബ്രഹ്മാണം പുരത കൃത്വാ ലോകപാലസമന്വിതാ. തുഷ്ടാവ ശങ്കരം ഗത്വാ വേദമന്ത്രൈർമഹേശ്വരം. പ്രസന്നം പുരത കൃത്വാ യയൗ വിഷ്ണുപുരം പ്രതി. സ്തുത്വാ തം ദേവദേവേശം കാര്യം പ്രോവാച ചാത്മനാ. മഹിഷാത്തദ്ഭയം ചോഗ്രം വരദാനമദോദ്ധതാൽ. ഹരേ തദാകർണ്യ ഭയം തസ്യ വിഷ്ണുർദേവാനുവാചഃ. കരിഷ്യാമോ വയം യുദ്ധം ഹനിഷ്യാമസ്തു ദുർജയം. വ്യാസ ഉവാച
ഇതി തേ നിശ്ചയം കൃത്വാ ബ്രഹ്മവിഷ്ണു ഹരീശ്വരാ സ്വാനി സ്വാനി സമാരുഹ്യ വാഹനാനി യയുസുരാം. ബ്രഹ്മാ ഹംസസമാരൂഢോ വിഷ്ണുർഗരുഡവാഹന ശങ്കരോ വൃഷഭാരൂഢോ വൃത്രഃ ഗജസംസ്ഥിത മയൂരവാഹനസ്കന്ദോ യമോ മഹിഷവാഹന കൃത്വാ സൈന്യസമായോഗം യാവത്തെ നിര്യയുർസുരാം. താവദ്ദൈത്യബലം പ്രാപ്തം ദൃപ്തം മഹിഷപാലിതം തത്രാഭൂത്തുമുലം യുദ്ധം ദേവദാനവസൈന്യയോ. ബാണൈ ഖഡ്ഗൈസ്തഥാ പ്രാസൈർ മുസലൈശ്ച പരശ്വധൈ ഗദാഭി പട്ടിശൈഃ ശൂലൈശ്ചക്രൈശ്ച ശക്തിതോമരൈ മുദ്ഗരൈർഭിന്ദ്യപാലൈശ്ച ഹലൈശ്ചൈവാതിദാരുണൈ അന്യൈശ്ച വിവിധൈരസ്ത്രൈർനിർജഘ്നുസ്തേ പരസ്പരം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസം പറഞ്ഞു, ഗുരുവിന്റെ സത്യവാണി കേട്ടു ശക്രൻ ഗുരുവൊത്ത ബ്രഹ്മാവിന്റെ അടുത്തെത്തി നമസ്കരിച്ചു. പിതാമഹാമഹീഷനാം ദൈത്യനെന്റെ സ്വർഗലോകം കയ്യടക്കാൻ ആഗ്രഹിച്ചു വരുന്നുവല്ലോ. ദാനവന്മാർ അവനൊപ്പം ചേർന്നുവല്ലോ. എല്ലാവരും യുദ്ധത്തിനായി തയ്യാറായ ബലശാലികൾ. ഭയപ്പെട്ട ഞാനും തവ പാദത്തിൽ നമിച്ചിടുന്നു. ബുദ്ധിമാനാമവിടുന്നു സഹായിക്കണേ. ബ്രഹ്മാവ് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി കൈലാസത്തിലേക്കു പോകാം. ബലശാലിയായ വിഷ്ണുവിനെ മുൻനിർത്തി ദേവസൈന്യങ്ങളും ചേർന്നു ആലോചിച്ചു. ദേശകാല യോഗ്യമായ ഉപായത്താൽ യുദ്ധം ചെയ്തിടാം. ബലാബലമറിയാതെ വിവേകമൊട്ടുമില്ലാതെ സാഹസത്തിനിറങ്ങിയാൽ തോൽവി നിശ്ചയം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, അതു കേട്ടു ദേവേന്ദ്രനും ബ്രഹ്മാവിനെ മുന്നിൽ നിർത്തി ലോകപാലന്മാരുമൊത്ത് കൈലാസം പൂകി. വേദത്തിനാൽ ശിവനെയും സ്തുതിച്ചല്ലോ. അനന്തരം അവരെല്ലാം ഒത്തുചേർന്നു വൈകുണ്ഠത്തിങ്കൽ. വിഷ്ണുവിനെ സ്തുതിച്ചിട്ടു വരത്തിനാൽ മതിച്ചത മഹീഷന്റെ കാര്യങ്ങളെ ഉണർത്തിച്ചല്ലോ. ദേവഭീതി അറിഞ്ഞപ്പോൾ ദേവദേവൻ മെല്ലെ ചൊല്ലി, യുദ്ധം ചെയ്യാം, അവനെയും നിഗ്രഹിച്ചിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു,
ഈ വിധം നിശ്ചയിച്ചിട്ടു ബ്രഹ്മാവിഷ്ണു ശിവാദികൾ വാഹനങ്ങളിലേറിട്ടു പുറപ്പെട്ടല്ലോ. ബ്രഹ്മൻ ഹംസത്തിലും വിഷ്ണു ഗരുഡന്റെ പുറത്തുമായി ഹരൻ കാളപ്പുറത്തേറി ഇന്ദ്രൻ ആനയിൽ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സ്കന്ദന്മയിൽ പുറമേറിയമൻ പൊത്തിൽ ഈ വിധത്തിൽ വാഹനത്തിൽ കയറിനാൻ ദേവഗണങ്ങൾ. മഹീഷന്റെ മത്തരായ സൈന്യങ്ങളും എത്തിച്ചേർന്നു. ദേവാസുര സംഘങ്ങളും യുദ്ധം തുടങ്ങി. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ശരങ്ങളും വാളും കുന്തം ഉലക്കയും മഴുകത പട്ടീശം ശൂലം ചക്രവും വേലും പാരയും മുൾത്തടിയും വാരിക്കുന്തം കലപ്പയും ആയുധങ്ങൾ അവർ യുദ്ധം തുടങ്ങിനാൻ അതിഘോരമായി. അമ്മേ ദേവി അമ്മേ ദേവി അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം അമ്മേ ശരണം മായേ ശരണം അമ്മേ ശരണം കാളി ശരണം അമ്മേ ശരണം അമ്മേ ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണ തിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു. ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു. ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങളെ നമ്മൾ വിചാരം ചെയ്യുന്നു. അമ്മയെ അറിയാൻ എന്ന ഈ ദേവീ ഭാഗവത അക്ഷര ജ്ഞാനയജ്ഞം ഇന്ന് 441-ാമത്തെ ദിവസം. വേദവ്യാസൻ പറയുന്നു, തച്ഛ്രുത്വാ വചനം സത്യം ഗുരോസാർത്ഥം ശചീപതി ബ്രഹ്മാണം ശരണം ഗത്വാ നത്വാ വചനമബ്രവിൽ. ഗുരുവിൻ്റെ ഈ വാക്കുകൾ കേട്ട്, സത്യമായിട്ടുള്ള വചനം കേട്ടിട്ട് ശചീപതി ദേവേന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ അദ്ദേഹത്തെ നമസ്കരിച്ചു. വചനമബ്രവിയിൽ പറയാൻ തുടങ്ങി. പിതാമഹ സുരാധ്യക്ഷ ദൈത്യോ മഹിഷസംജ്ഞക. മഹിഷൻ എന്നു പേരുള്ള ഒരു ദൈത്യൻ. ഗൃഹീതുകാമ സ്വർഗമ്മേ, എൻ്റെ സ്വർഗത്തെ പിടിച്ചടക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ബലോദ്യോഗം കരോത്യലം, സൈന്യസന്നാഹത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അന്യേച്ച ദാനവാ സർവേ തത്സൈന്യം സമുപസ്ഥിത. മറ്റു ദാനവന്മാരും അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സൈന്യത്തോട് അവരും ചേർന്നിരിക്കുന്നു. അവരൊക്കെ യോദ്ധുകാമ മഹാവീര്യ സർവേ യുദ്ധവിശാരദ. എല്ലാവരും
സമരോത്സുകന്മാരാണ്, യുദ്ധവിദഗ്ധരാണ്, മഹാവീരന്മാരുമാണ്. തേനാഹം ഭീതഭീതോസ്മി ത്വൽസകാശമിഹാഗത. അതുകൊണ്ട് ഭയപ്പെട്ടിട്ടാണ് ഞാനിപ്പോ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സർവജ്ഞോസി മഹാപ്രാജ്ഞ സാഹായം കർത്തുമർഹസി. അങ്ങക്ക് എല്ലാം അറിയുന്ന ആളാണല്ലോ, സർവജ്ഞനാണല്ലോ, മഹാബുദ്ധിമാനായിരിക്കുന്ന മഹാപ്രാജ്ഞ. അങ്ങ് എനിക്ക് വേണ്ട സഹായം ചെയ്തു തരണം. ബ്രഹ്മാവ് പറഞ്ഞു, എങ്കിൽ ഗച്ഛാമ സർവ ഏവാദ്യ കൈലാസം ത്വരിതാവയം. നമുക്കെല്ലാവർക്കും കൈലാസത്തിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ശങ്കരം പുരതകൃത്വ വിഷ്ണും ച ബലിനാം വരം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കൈലാസത്തിലേക്ക് പോയിട്ട് അവിടുന്ന് ശങ്കരനെയും മുൻനിർത്തി, ബലവാന്മാരിൽ വീരനായിരിക്കുന്ന വിഷ്ണുവിനെയും മുൻനിർത്തി, തതോ യുദ്ധം പ്രകർത്തവ്യം സർവൈസുരഗണൈ സഹ, ദേവസൈന്യങ്ങളോടുകൂടി ആലോചിച്ചിട്ട് മിളിത്വാ മന്ത്രമാധായ ദേശം കാലം വിചിന്യച്ച, ദേശവും കാലവും ഒക്കെ ആലോചിച്ചിട്ട് നമുക്ക് പിന്നീട് യുദ്ധത്തിനിറങ്ങാം. ബലാബലം അവിജ്ഞാതം വിവേകമപഹായച്ച, ബലാബലം അറിയാതെയും വിവേകമില്ലാതെയും സാഹസം തു പ്രകുർവാണു, സാഹസം ചെയ്താൽ നര പതനമുച്ഛതി. അതുകൊണ്ട് മനുഷ്യൻ വീഴുക തന്നെ ചെയ്യും, അവന് പതനമായിരിക്കും, അധപതനമായിരിക്കും സംഭവിക്കുക. വേദവ്യാസം പറയുന്നു, തന്നിശമ്യ സഹസ്രാക്ഷ. ഇത് കേട്ടിട്ട് സഹസ്രാക്ഷൻ ആരാത്? അത് ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രൻ കൈലാസം നിർജഗാമ, കൈലാസത്തിലേക്ക് പോയി ബ്രഹ്മാണം പുരതകൃത്വ. അപ്പൊ ബ്രഹ്മാവിനെ മുൻനിർത്തി നേരെ കൈലാസത്തിലേക്ക് എത്തി. തുഷ്ടാവ ശങ്കരം ഗത്വാ വേദമന്ത്രൈർ മഹേശ്വരം. അവിടെ എത്തി ആ മഹേശ്വരനായിരിക്കുന്ന ശങ്കരനെ വേദമന്ത്രങ്ങളെ കൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചു. പ്രസന്നം പുരതകൃത്വ യയോ വിഷ്ണുപുരം പ്രതി. ഇപ്പൊ സന്തോഷിച്ച ആ ശങ്കരനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോ ആ ശങ്കരനെ മുൻനിർത്തി അവര് ബ്രഹ്മാവും ദേവേന്ദ്രനും മഹാദേവനും നേരെ വിഷ്ണുപുരത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പോയി. സ്തുത്വാ തം ദേവദേവേശം കാര്യം പ്രോവാച ചാത്മന. ആ ദേവദേവേശനെ, ആ വിഷ്ണുവിനെ സ്തുതിച്ചിട്ട് അവിടെ മഹിഷാത്തത് ഭയം ചോഗ്രം വരദാനമതോദ്ധത, വരലാഭം കൊണ്ട് മതോന്മത്തനായിരിക്കുന്ന മഹിഷാസുരനെ താൻ ഭയപ്പെടുന്നതായിട്ടുള്ള തൻ്റെ കാര്യം, ആ കാര്യം പ്രോവാച ആത്മന, തൻ്റെ തന്നെ കാര്യത്തെ വിഷ്ണുവിൻ്റെ മുമ്പിൽ ദേവേന്ദ്രൻ അറിയിച്ചു. തദാകർണ്യ ഭയം തസ്യ വിഷ്ണുർദേവാനുവാച. ദേവേന്ദ്രന്റെ ഭയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ വിഷ്ണു ദേവന്മാരോട് പറഞ്ഞു. ദേവാനുവാച, വിഷ്ണു എന്താണ് പറഞ്ഞത്? കരിഷ്യാമോ വയം യുദ്ധം ഹനിഷ്യാമസ്തു ദുർജയം. നമുക്ക് യുദ്ധം ചെയ്യാം, ദുർജയൻ എന്ന് വിചാരിക്കുന്ന അവനെ നമുക്ക് ജയിക്കാം, അവനെ വധിക്കുകയും ചെയ്യാം. വ്യാസം പറയുന്നു, ഇതിതേ നിശ്ചയം കൃത്വാ ബ്രഹ്മവിഷ്ണു ഹരീശ്വര സ്വാനി സ്വാനി സമാരുഹ്യ വാഹനാനി യയുസുര. ഇങ്ങനെ നിശ്ചയിച്ചും കൊണ്ട് ഇതിതേ നിശ്ചയം കൃത്വ, ബ്രഹ്മാവ്, വിഷ്ണു, അതേപോലെ ദേവേന്ദ്രൻ, ശിവൻ തുടങ്ങിയവരൊക്കെ അവരവരുടെ വാഹനങ്ങളിൽ കയറി. ഏതൊക്കെയാ വാഹനങ്ങൾ എന്നാണ് പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. ബ്രഹ്മ ഹംസസമാരൂഢോ. ബ്രഹ്മാവ് എന്തിന്റെ മുകളിൽ കയറിയത്? ഹംസത്തിന്റെ, ഹംസവാഹനനാണ് ബ്രഹ്മാവ്. അപ്പൊ അരയന്നത്തിന്റെ പുറത്ത് ബ്രഹ്മാവ് കയറി. വിഷ്ണുർ ഗരുഡവാഹന, വിഷ്ണു ഗരുഡന്റെ പുറത്തും കയറി. ശങ്കരോ വൃഷഭാരൂഢോ, ശങ്കരൻ മഹാദേവനോ, മഹാദേവൻ കാളപ്പുറത്ത് കയറി. വൃത്രഹ ഗജസംസ്ഥിത, വൃത്രനെ കൊന്നാള്, വൃത്രാരിയായിരിക്കുന്ന ദേവേന്ദ്രൻ അവിടെ ആനയുടെ മുകളിലും കയറി, ഐരാവതത്തിന്റെ മുകളില്. അപ്പോ ബ്രഹ്മാവിന് ഹംസം, വിഷ്ണുവിന് ഗരുഡൻ, ശിവന് കാള, ദേവേന്ദ്രന് ആന. മയൂരവാഹന സ്കന്ദോ, പിന്നെയോ സ്കന്ദൻ സുബ്രഹ്മണ്യൻ മയിലിന്റെ പുറത്ത് കയറി. യമോ മഹിഷവാഹന, യമനോ ആ യമധർമ്മൻ മഹിഷത്തിന്റെ പുറത്ത്. ഇവിടെ മഹിഷാസുരനെ പേടിച്ചിട്ടാണ് ഇവർ വന്നേക്കണത്.
അത് ഒരു മഹിഷത്തിന്റെ പോത്തിന്റെ പുറത്താണ് സാക്ഷാൽ യമൻ കയറിയത്. കൃത്വാ സൈന്യസമായോഗം യാവത്തെ നിജയോർസുര. ഇങ്ങനെ അവരവരുടെ വാഹനങ്ങളിൽ കയറി സൈന്യങ്ങളെയും കൂട്ടി സൈന്യസമായോഗം കൃത്വ അവര് ദേവന്മാരൊക്കെ പുറപ്പെടുകയാണ്. താവത് ദൈത്യബലം പ്രാപ്തം ദൃപ്തം മഹിഷപാലിതം തത്രാഭൂത്തുമുലം യുദ്ധം ദേവദാനവ സൈന്യം. അപ്പോഴേക്കും മഹിഷാസുരന്റെ ആ ദൃപ്തം മതഗർഭിതരായിരിക്കുന്ന സൈന്യങ്ങൾ താവത് ദൈത്യബലം പ്രാപ്തം അവര് അവിടെ എത്തിക്കഴിഞ്ഞു. തത്രാഭൂത്തുമുലം യുദ്ധം ദേവദാനവ സൈന്യോ. ആ സമയത്ത് ദേവന്മാരും അസുരന്മാരും തമ്മില് ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിന് ബാണൈ ഖഡ്ഗൈ തഥാ പ്രാസൈ മുസലൈശ്ച പരശ്വധൈ ഗദാഭി പട്ടിശൈ ശൂലൈശ്ചക്രൈശ്ച ശക്തിതോമരൈ. ഏതൊക്കെയാണ്? ബാണം ശരങ്ങള്, ഖഡ്ഗം വാള്, അതേപോലെ തന്നെ പ്രാസൈർ മുസലൈശ്ച കുന്തം ഇരുമ്പൊലയ്ക്ക, പരശു ആ മഴു, ഗദ പട്ടിശം ശൂലം ചക്രം ശക്തി വേല്, അതേപോലെ ഇരുമ്പ് പാര, ഇങ്ങനെയുള്ള ആ ആയുധങ്ങൾ. പിന്നെ എന്തൊക്കെയുണ്ടായത്? മുദ്ഗരൈർ ഭിന്ദിപാലൈശ്ച ഹലൈശ്ചൈവ അതിദാരുണൈ. ഇപ്പോ മുൾത്തടി, വാരിക്കുന്തം, ഭിന്ദിപാലം ആ വാരിക്കുന്തം, പിന്നെ കലപ്പ ഹലം, ഇതൊക്കെ വെച്ച് അതിഭയങ്കരമായി, ഇത് മാത്രമല്ല ഇതുപോലുള്ള മറ്റ് ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ ആ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവസംഘവും അതേപോലെ ആ ദൈത്യനായ ദുഷ്ടനായ ദൃപ്തനായ മഹിഷാസുരന്റെ നേതൃത്വത്തിൽ ദൈത്യ ദാനവ സംഘങ്ങളും രണ്ട് ഭാഗമായി നിന്നുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവര് നടത്തി എന്ന് പറയുന്നു. ആ യുദ്ധത്തിന്റെ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഏതായാലും ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഇന്ന് ഭക്തിയാദരപൂർവം ഈ അക്ഷരമലരുകളെ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.